സ്റ്റുഡൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീജിയണൽ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ എക്കണോമിക്സ് എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. +1 കുട്ടികളായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എക്കണോമിക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പൊതുവേ ടഫുള്ളൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. പ്രധാനമായിട്ടും മാർക്ക് കുറയും. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു ഓർഗനൈസ് ചെയ്തിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് എഴുതണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം. രണ്ടാമത്തെ കാര്യം സ്റ്റാറ്റിയുടെ ഏരിയയാണ്. സ്റ്റാറ്റിൻ്റെ ഏരിയ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം മാക്സിമം സ്കോർ കിട്ടാൻ പറ്റുന്നൊരു ഏരിയയാണ് സ്റ്റാറ്റി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എക്സാം എഴുതാൻ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കാം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് കാർഷിക മേഖലയുടെ അവസ്ഥ. അതായത് കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥ. ഒരു 3-4 മാർക്കിനാണ് ഈ ചോദ്യം വരിക. കണ്ടീഷൻസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് ഓഫ് ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരിയഡ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വ്യാവസായിക മേഖലയിലെ പ്രധാനപ്പെട്ട പരിമിതികൾ അല്ലെങ്കിൽ പോരായ്മകൾ എന്തെല്ലാമായിരുന്നു. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ ജനസംഖ്യാപരമായുള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ്. അത് രണ്ടിൻ്റെയും കമ്പയർ ചെയ്തിട്ട് ഡിഫറൻസസ് ചോദിക്കാനാണ് ചാൻസ്. ഇതും ഒരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് വരാനാണ് സാധ്യത. അത് കണ്ടീഷൻ ഓഫ് ഡെമോഗ്രാഫിക് കണ്ടീഷൻ. സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി. അതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട 4 ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്, ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ദെൻ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു 5 മാർക്കിന് ഈ ചോദ്യം വരും. ലാൻഡ് റിഫോംസ് ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ, ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവവും. അത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കും, അല്ലെങ്കിൽ ഹരിത വിപ്ലവം മാത്രവും ചോദിക്കും. ദെൻ മറ്റൊന്നാണ് അഗ്രികൾച്ചർ സബ്സിഡറീസ്. അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം, കാർഷിക സബ്സിഡികളെ കുറിച്ച്. അല്ലെങ്കിൽ കാർഷിക സബ്സിഡിയുടെ എന്താണ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, IPR എന്താണെന്ന് ചോദിക്കും. ഇനി നമ്മുടെ തേർഡ് ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആൻഡ് അപ്രീഷ്യൽ. അതിൽ നിന്ന് നമ്മളൊരു 3 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് റീസൺ ഫോർ എക്കണോമിക് റിഫോംസ് 1991. 1991 എക്കണോമിക് റിഫോംസിന്, അതായത് സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2-3 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ് ഔട്ട്സോഴ്സിങ്, പുറം കരാർ എന്നാൽ എന്താണ്. ദെൻ പിന്നെ ഒരു 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് 1991 പരിഷ്കരണങ്ങളുടെ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതൊരു വിലയിരുത്താൻ വേണ്ടി ഒരു ചോദ്യം വേണം. ഇന്ത്യൻ എക്കോണമി ഡ്യൂറിങ് ദ റിഫോംസ് ഓഫ് 1991 ആൻഡ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഓഫ് NEPയുടെ ഇമ്പാക്റ്റ് എന്താണ്. ഇതൊരു ചോദ്യം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. പിന്നെ ഒരു 4 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടനയെക്കുറിച്ച്. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പോവർട്ടി, ദാരിദ്ര്യം. വളരെ താരതമ്യേന ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ നിന്ന് നമ്മളൊരു 3 അല്ലെങ്കിൽ 4 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പോവർട്ടിയുടെ ടൈപ്സ്. എത്ര തരം ദാരിദ്ര്യമുണ്ട് പോവർട്ടി, അതിൻ്റെ ടൈപ്സ് അത് വിവരിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. പിന്നെ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് പോവർട്ടി ലൈൻ, എന്താണ് ദാരിദ്ര്യരേഖ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെ കണക്കാക്കുന്നത്. ദെൻ മറ്റൊരു 3ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് 4-5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോസസ് ഓഫ് പോവർട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഹെഡ് ക്വാർട്ടർ റേഷ്യോ, അതേപോലെ തന്നെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ഇതും എന്ത് ചെയ്യും, ചോദിക്കും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒരു 6-8 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ് പോളിസീസ് പ്രോഗ്രാം ഫോർ പോവർട്ടി അലീവേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള നയങ്ങളും പരിപാടികളും എന്തെല്ലാം. അപ്പോൾ അത് ഓരോന്നും ലിസ്റ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അതിൽ നിന്നും ഒരു 3 ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഫിസിക്കൽ ക്യാപിറ്റൽ കമ്പാരിസൺ, മനുഷ്യ മൂലധനവും അതേപോലെ തന്നെ ഭൗതിക മൂലധനം തമ്മിലുള്ള താരതമ്യം, അത് ഡിഫറൻസസ് ആണ് ചോദിക്കുക, താരതമ്യം ചെയ്തിട്ട് നമ്മളവിടെ എഴുതണം. ദെൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സെക്ടർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ റെഗുലേറ്ററി ബോഡികൾ ഏതെല്ലാമാണ്, അതിനെക്കുറിച്ച് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കാം. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ, എഡ്യൂക്കേഷൻ അച്ചീവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. നമ്പർ 6 റൂറൽ ഡെവലപ്മെൻറ്റ്. അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട 4 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഇൻ റൂറൽ ഏരിയാസ്. എന്താണ് ഗ്രാമവികസനം, എന്താണ് ഗ്രാമപ്രദേശങ്ങൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ദെൻ മറ്റൊന്നാണ് റൂറൽ ക്രെഡിറ്റ്
ഫെസിലിറ്റീസ്. എന്താണ് റൂറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ച് ചോദിക്കും. ഒരു 4 മാർക്കിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിനായിരിക്കും അത് വരുന്നത്. ദെൻ അഗ്രികൾച്ചർ മാർക്കറ്റ്, എന്താണ് കാർഷിക വിപണനം എന്നുള്ള ഒരു 3 മാർക്കിന് ചോദിക്കാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കാർഷിക മേഖലയിലെ വൈവിധ്യവൽക്കരണം, ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ഫാമിംഗ് സെക്ടർ. നമ്മുടെ 7th ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 3-4 മാർക്കിനാണ് ഈ 3 ക്വസ്റ്റ്യൻസും വരുന്നത്. ഈ ഫീച്ചേഴ്സ് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ഇൻ ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് വർക്കേഴ്സ്, തൊഴിലാളികളുടെ തരങ്ങൾ, എത്ര ടൈപ്സ് ഉണ്ട്. ദെൻ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, എത്ര തരം തൊഴിലില്ലായ്മകളുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററിലേക്കാണ്, എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എൻവയോൺമെൻറ്റ് എന്നൊരു ചോദ്യം ചോദിക്കും. പരിസ്ഥിതിയുടെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. ദെൻ ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ, 100% നിങ്ങൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്, എന്താണ് ആഗോളതാപനം, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാം. ദെൻ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്, സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിനുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമാണ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 10, കമ്പാരിറ്റീവ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മളൊരു 2 ചോദ്യമാണ് പ്രതീക്ഷിക്കേണ്ടത്. ഡിസ്കസ് ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്നിവയുള്ള വികസന തന്ത്രങ്ങൾ ചർച്ച ചെയ്യുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെയാണ് ചോദിക്കുക, ചിലപ്പോൾ ചൈന മാത്രം ചോദിക്കും, ചിലപ്പോൾ പാകിസ്ഥാൻ മാത്രം ചോദിക്കും. ദെൻ മറ്റൊന്നാണ് വാട്ട് ഈസ് HDI, എന്താണ് HDI. ഈ 2 ക്വസ്റ്റ്യൻസാണ് പ്രതീക്ഷിക്കേണ്ടത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊരു 4-5 മാർക്കിനും, ദെൻ എന്താണ് HDI എന്നുള്ളത് ഒരു 2-3 മാർക്കിനുമാണ് ചോദിക്കുക. ഒന്നിക്കലും HDIൻ്റെ എക്സ്പാൻഷൻ ചോദിക്കും, അല്ലെങ്കിൽ അത് എന്താണ് എന്ന് ചോദിക്കും. ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞു മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഏരിയയാണ്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റാറ്റിക്സിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കാം. സ്റ്റാറ്റിയിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. അതിൽ നിന്നൊരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സിംഗുലർ ആൻഡ് പ്ലൂറൽ സെൻസ്. സിംഗുലർ സെൻസിലും പ്ലൂറൽ സെൻസിലും സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതാണ്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ, ഒരു 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ വിത്ത് എക്സാമ്പിൾ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതും വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 4-5 മാർക്കിന് ചോദിക്കും. എക്കണോമിക്സിലെ സ്ഥിതി വിവരണ കണക്കുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഉപയോഗം എന്താണ്. ഇമ്പോർട്ടൻസ് ഓഫ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്റ്റാറ്റിയിലെ കളക്ഷൻ ഓഫ് ഡാറ്റ. അതിൽ നിന്ന് ഒരു ഡിഫറൻസസ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കണം. ഒരു 4 മാർക്കിൻ്റെ ഒരു ചോദ്യം വരും. പ്രൈമറി സെക്കൻഡറി ഡാറ്റ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്, പ്രാഥമികവും ദ്വിതീയവും തമ്മിലുള്ള ഡാറ്റ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്. ദെൻ മറ്റൊരു 2-3 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് പൈലറ്റ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്. ദെൻ അതേപോലെ തന്നെ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ക്വസ്റ്റ്യനെയർ, ഒരു നല്ല ചോദ്യാവലിയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതൊരു 3-4 മാർക്കിന് വരും. ദെൻ അതുകൂടാതെ മെത്തേഡ്സ് ഓഫ് കളക്ഷൻ പ്രൈമറി ഡാറ്റ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്. പിന്നെ ഏതൊക്കെയാണ് സാമ്പിളിങ്സ് മെത്തേഡ് എന്നുള്ള ഒരു 4 മാർക്കിൻ്റെ ഒരു ചോദ്യം വരും. ദെൻ അതേപോലെ തന്നെ സാമ്പിളിംഗ് എറേഴ്സ് ആൻഡ് നോൺ സാമ്പിളിംഗ് എറേഴ്സ്, സാമ്പിളിങ്ങും നോൺ സാമ്പിളിംഗ് ആയിട്ടുള്ള പിശകുകൾ, എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് വരും. ദെൻ പിന്നെ ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള മേഖലയാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, NSSO എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ സ്റ്റാറ്റിക്സ് ഓർഗനൈസേഷൻ CSO, അതേപോലെ തന്നെ RGI, ദെൻ അതേപോലെ തന്നെ DGCIS, ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിക്കും. സ്റ്റാറ്റിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം. ഒരു 4 മാർക്കിനാണ് ചോദിക്കുക. അത് ഉദാഹരണ സഹിതം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ രണ്ടാമതായിട്ട് ഒരു ഷുവർ ക്വസ്റ്റ്യൻ, 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ആവർത്തി പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, അതിൻ്റെ ഒരു മോഡലാണ് ഞാൻ ആ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ ഇനി 3ാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് യൂണിവേരിയേറ്റ് ആൻഡ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഈ സ്റ്റാറ്റിലെ 4ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ടാബുലേഷൻ ഓഫ് ഡാറ്റ. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ പാർട്സ് ഓഫ് ടേബിൾ, ടേബിളിൻ്റെ ഭാഗങ്ങൾ, പാർട്സുകൾ ഏതൊക്കെയാണ്. ദെൻ പിന്നെ ടൈപ്പ് ഓഫ് ഡയഗ്രാംസിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പൈ ഡയഗ്രാം തയ്യാറാക്കാൻ വേണ്ടി ഒരു ചോദ്യം എന്തായാലും വരും. ദെൻ അതേപോലെ തന്നെ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ഇതൊക്കെ വരക്കാൻ ചോദിക്കും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ഒരു 4 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഒജീവ്, ഒജീവ് വരക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്,
അപ്പോൾ ജീവ് നിർബന്ധമായിട്ട് പഠിച്ചേക്കണം. അതേപോലെ തന്നെ പൈ ഡയഗ്രാമും. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ നേരെ നമ്മൾ പോകുന്നത് 6ാമത്തെ ചാപ്റ്ററാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അതൊരു 3 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ 2-3 മാർക്കിനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 3 ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വാർട്ടർലി ഡീവിയേഷൻ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റിലവൻസ് കർവ്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്, ഒരു 4 മാർക്കിന് എന്തായാലും ഇത് ചോദിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതേപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസും കണ്ടെത്താൻ വേണ്ടി ഒരു പട്ടിക തന്നിട്ട് അതിൽ നിന്ന് അത് കണ്ടെത്താൻ വേണ്ടി ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനും ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കാം. 7th ചാപ്റ്ററാണ് കോറിലേഷൻ. കോറിലേഷൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കോറിലേഷൻ, അത് പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ദെൻ മറ്റൊന്നാണ് കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ആൻഡ് കോറിലേഷൻ. അതും ഒരു 4 മാർക്കിന് വരും. ദെൻ അതേപോലെ തന്നെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻസും ചോദിക്കും. ഇതെല്ലാം ഒരു 4 മാർക്കിനാണ് ചോദിക്കുക. ദെൻ നമ്മുടെ 8ാമത്തെ ചാപ്റ്ററാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. അതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ദെൻ അതേപോലെ തന്നെ സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. ദെൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, എന്താണ് CPI. ദെൻ അതേപോലെ തന്നെ എന്താണ് WIP, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതെല്ലാം ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മാർക്കിനായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിയിലെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. ഒരു essay 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചാപ്റ്ററാണ് സ്റ്റെപ്സ് ടുവാർഡ്സ് മേക്കിംഗ് എ പ്രൊജക്റ്റ്. അതൊരു essay എന്തായാലും ചോദിക്കും. ഒരു 5-6 മാർക്കിനായിരിക്കും. ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരിക്കാനുള്ള അതിൻ്റെ നടപടികൾ, എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ഒരു പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്സ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ദെൻ മറ്റൊരു ക്വസ്റ്റ്യനാണ് സ്ട്രക്ചർ ഓഫ് പ്രൊജക്റ്റ് റിപ്പോർട്ട്. ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘടന എന്തൊക്കെയാണ്, അതിൽ അത്യാവശ്യം വേണ്ട എലമെൻറ്റ്സ് എന്തൊക്കെ ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. അതും ഒരു 5 മാർക്കിന് വരും. ഇതൊക്കെയാണ് നമ്മുടെ +1 എക്കണോമിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൃത്യമായിട്ട് ടൈമൊക്കെ നോക്കി ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നല്ല വിജയം ഉണ്ടാവട്ടെ. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.